ഞായറാഴ്ച വൈകിട്ട് 6:30 സാംസ്കാരിക സന്ധ്യ നടക്കും. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗ്യവതി ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. തിങ്കളാഴ്ച രാവിലെ 5-ന് ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നൃത്തനൃത്യങ്ങൾ, തുടർന്ന് വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറും. ചൊവ്വാഴ്ച രാവിലെ 5-ന് ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, വൈകിട്ട് 7-ന് ഗാനമേള എന്നിവയാണ് പരിപാടികൾ. ഉച്ചാൽ ദിനമായ ബുധനാഴ്ച രാവിലെ 9-ന് ശീവേലി മേളം, 11 മുതൽ പ്രസാദ ഊട്ട്, കാഴ്ച ശീവേലി, പല്ലാവൂർ ശ്രീധരന്മാരാർ പ്രാമാണികനായ പഞ്ചവാദ്യം, വൈകിട്ട് 5-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, കേളത്ത് സുന്ദരന്മാരാരുടെ നേതൃത്വത്തിൽ മേളം, 6:30-ന് ദീപാരാധന, ശേഷം നാട്യതരംഗം, നൃത്തനൃത്യങ്ങൾ, തായമ്പക, പുലർച്ചെ 2-ന് എഴുന്നള്ളിപ്പ്, 3-ന് ക്ഷേത്രനടയിൽ പഞ്ചവാദ്യം, 5-ന് കൂട്ടിയെഴുന്നള്ളിപ്പ്, 6-ന് കളമെഴുത്ത്, തുടർന്ന് വേലവരവ് ചടങ്ങുകൾ ഉണ്ടായിരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഭരണസമിതി അംഗം മുരളി അരങ്ങത്ത്, സെക്രട്ടറി കലാസാഗരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി പി രതീഷ് എന്നിവർ പങ്കെടുത്തു. ശ്രീ കുണ്ടുക്കാവ് ക്ഷേത്രത്തിലെ 2026 28 മഹോത്സവം ഫെബ്രുവരി മാസം 8, 9, 10, 11 തീയതികളിലായിട്ട് അതിവിപുലമായിട്ട് ആഘോഷിക്കുകയാണ്. 8-ാം തീയതിയിലെ സാംസ്കാരിക സന്ധ്യയോടുകൂടിയാണ് 28 ആഘോഷം ആരംഭിക്കുന്നത്. അന്നത്തെ സദസ്സ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പ്രസിദ്ധ സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററാണ്. പഞ്ചായത്തിലെ പ്രസിഡന്റ്, അളഗപ്പ പഞ്ചായത്ത് പ്രസിഡന്റ് ഭാഗവതി ചന്ദ്രൻ മുഖ്യാതിഥിയായിരിക്കും. അന്നത്തെ യോഗത്തിൽ പുതുക്കാട് പള്ളിയിലെ ലോറൻസ് ഫാദർ, ലാസർ അച്ഛൻ പങ്കെടുക്കും. പിന്നെ നമ്മുടെ 1-ാം വാർഡിലെ മെമ്പർ രാകേഷും പങ്കെടുക്കും. അന്ന് പ്രധാനമായിട്ടുള്ളത് കോട്ടയം സ്നേഹക്കൂടിനെ നടത്തിപ്പവരായ നിഷ അനുരാജനെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. അതിനോടൊപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ സാമൂഹികം പാട്ടുപാടി വൈറലായ വിൽസനെയും നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ അഖിലേന്ത്യാ തലത്തിൽ ഇന്ത്യ മുഴുവൻ ബൈക്കിൽ ഒറ്റയ്ക്ക് സഞ്ചരിച്ച പവന VS-നെയും അന്ന് ആദരിക്കുന്നു. പിന്നെ 2 കുട്ടികൾ നമ്മുടെ സ്കൂളിലെ കേരള ശാസ്ത്ര മേളയിൽ A ഗ്രേഡ് കിട്ടിയ 2 കുട്ടികളെയും, നിഖിൽ, നിമിഷ സുരേഷ്, സൂര്യകുമാർ സൂരാകരനെയും ആദരിക്കുന്നുണ്ട്. അതിന് തുടർന്ന് അന്നത്തെ ദിവസം തിരുവാതിരക്കളി, ശേഷം പതിവിലിട്ടൊരു ദിവസം കൂടുതൽ കൂട്ടി 4 ദിവസമായിട്ടാണ് ആഘോഷിക്കുന്നത്. അതിൽ ആദ്യത്തെ ദിവസം സാംസ്കാരിക സന്ധ്യ, അതിൽ വയസ്സായ ഒരു അനാഥമന്ദിരമല്ല, സ്നേഹക്കൂട് എന്ന് പറയുന്ന അവരുടെ മധുരം വയോജനം എന്ന പരിപാടിയാണ് അവതരിപ്പിക്കുന്നത്. രണ്ടാം ദിവസം പ്രദേശവാസികളായിട്ടുള്ള കുട്ടികളുടെ കലാപരിപാടികൾ. 3-ാം ദിവസം തലേ ദിവസം ഗാനമേളയാണ്. ഗാനമേള കൊച്ചിൻ കൈരളി കമ്മ്യൂണിക്കേഷൻ്റെ ഗാനമേള. വളരെ ഗംഭീരമായും മനോഹരമായിട്ടും നടത്താറുള്ള ഉച്ചാലാഘോഷങ്ങൾക്ക് ഇത്തവണയും ദേശക്കാർ അണിഞ്ഞൊരുങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആനകളെയും വാദ്യക്കാരെയും മികവുറ്റ കലാകാരന്മാരെ, താളവാദ്യമേള കലാകാരന്മാരെ എല്ലാം അണിനിർത്തിക്കൊണ്ട് ഉച്ചാല് ഗംഭീരമാക്കാൻ എല്ലാ ദേശക്കാരും ദേവസ്വത്തോട് ഒത്തുചേർന്ന് ഇത്തവണയും നിൽക്കുകയാണ്. ഈ മഹനീയമായ ഉത്സവത്തിൽ പങ്കെടുക്കാൻ എല്ലാവരെയും സാദരം ക്ഷണിക്കുകയാണ്. എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും അഭ്യർത്ഥിക്കുകയാണ്.